ശ്രീജിത്ത് പണിക്കർ, ഈ കോൺഗ്രസ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. കോൺഗ്രസിന് മുന്നിൽ ഒരു തടസ്സവും കാണുന്നില്ല പുറത്താക്കുന്നതിന് വേണ്ടി, പക്ഷേ എന്തോ ഒരു അദൃശ്യ സംരക്ഷണം അവിടെയുണ്ട്. ശ്രീ മഞ്ജുഷ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും താരതമ്യേന പരിചയം കുറഞ്ഞ MLA ആണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് നിയമസഭയിലുള്ള കോൺഗ്രസിന്റെ MLA-മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രവൃത്തി പരിചയ കുറവുള്ള ഒരു വ്യക്തിയാണ്, ജൂനിയർ മോസ്റ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ പാർട്ടികളൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാണുന്നത് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് പാർട്ടി തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കേസ് വരുന്ന സമയത്ത് 3-4 ദിവസം മുമ്പാണ് ശ്രീ അടൂർ പ്രകാശിനെ പോലെ കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഈ സമയം, ഈ ടൈമിംഗ്, ഇതെല്ലാം തന്നെ CPM-ന്റെ ഒരു കെണിയാണ് എന്ന നിലയ്ക്കും ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുമൊക്കെ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലല്ലോ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കേസ് കൊടുക്കുന്നതിന്റെ ടൈമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാനായിട്ട് ഇവരൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം. ഇവിടെ നമുക്കറിയാം, മനോരമയുടെ പുസ്തകോത്സവത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം തീരുമാനിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനെ പുറത്താക്കി എന്നതിനേക്കാൾ അത് അദ്ദേഹത്തിന്റെ കൂടി തീരുമാനമാണ്. അങ്ങനെ സ്വയം തീരുമാനിക്കാനുള്ള ഒരു സ്വയം നിർണയ അവകാശം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും ഉണ്ട് എന്ന ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി എത്രത്തോളം നിഷ്കളങ്കരാണ്, എത്രത്തോളം നല്ല കുട്ടിയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പൊ പുറത്ത് പോയ KPCC അധ്യക്ഷൻ ശ്രീ K സുധാകരൻ പറയുന്നത് നമ്മൾ കണ്ടു. ഇതിൽ ഒരു അചഞ്ചലമായിട്ടുള്ള നിലപാട് ആദ്യം മുതൽ സ്വീകരിച്ചിരിക്കുന്ന വളരെ ചുരുക്കം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാം സ്ഥാനം നമ്മൾ നൽകേണ്ടത് ശ്രീ VD സതീശനുമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സതീശൻ പോലും ഇപ്പോൾ ഈ പുറത്താക്കണം എന്നുള്ള ആവശ്യം പാർട്ടിയിൽ നിന്ന് പോലും ഉയരുമ്പോൾ അക്കാര്യത്തിലേക്ക് സതീശനും വരുന്നില്ല. സതീശന്റെ ഇന്നത്തെ പ്രതികരണം കേട്ടതിന് ശേഷം വരാം. VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം. അല്ലല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും. പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത്? ഇന്നലെയല്ലേ ഈ വിഷയം വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ. ഒരു പരാതി നമുക്ക് വന്നതല്ലേ, പേര് പോലും ഇല്ലാത്ത പരാതിയാണ്. എങ്കിലും നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഒരു കേസ് കോടതിയിലുണ്ടല്ലോ, അതിന് ഞങ്ങൾ വല്ല തടസ്സം പറഞ്ഞോ? കേസെടുത്തതിന് അന്വേഷിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. അല്ല, ശ്രീജിത്ത് പണിക്കർ, എന്താണ് കൃത്യമായ നിലപാട് എന്നതിലാണ്. സതീശൻ ശരിയാണ്, തുടക്കം മുതൽ തന്നെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പാർട്ടി വേദിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴും സതീശന്റെ നിലപാട് അത് തന്നെയായിരുന്നു. പക്ഷേ പുറത്താക്കാനുള്ള കാരണത്തിലേക്ക് വരുന്നില്ല. ഇന്നലെ കിട്ടിയ പരാതിയെക്കുറിച്ച് പറയുന്നുണ്ട്, KPCC അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു സംശയത്തിന്റെ കാര്യം, ആ പരാതിയിൽ ഒരു സംശയം ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സതീശന്റെ വാക്കുകളിലും അത് തന്നെയാണ്, ആ പരാതി ഫേക്ക് ആണോ എന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്, അല്ലേ? ഞാൻ അങ്ങനെ അല്ല അതിനെ കാണുന്നത് മഞ്ജുഷ്. ഞാനതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും, ഉചിതമായ സമയത്തെടുക്കും എന്നാണ് പറയുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു MLA-യുടെ കാര്യത്തിൽ എന്താണ് ഇനിയുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം? ഒരിക്കൽ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിന് വീണ്ടും സസ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളിന്റെ പുറത്തെടുക്കാൻ കഴിയുന്ന രണ്ട് തീരുമാനങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്തിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡിസ്മിസലായി മാറ്റുക. അപ്പൊ എന്തായാലും ആദ്യത്തേതല്ല എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സസ്പെൻഷനിലായിരിക്കുന്ന ഒരാളിന്റെ പുറത്ത് ഇനി ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാൽ ഉചിതമായിട്ടുള്ള ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ തീരുമാനം ഒറ്റയ്ക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സതീശന് കഴിയുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയിൽ തന്നെ തീരുമാനത്തിന്റെ ഭാഗമാകുന്ന പല മുഖ്യ നേതാക്കന്മാരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിന്തുണ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കൺസെൻസസ് അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീ സതീശനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ള ശ്രീ സജനയായാലും ശ്രീ റെജി ആയാലും കോൺഗ്രസിന്റെ പക്ഷം പറയുന്ന സമയത്ത് ഒരു മോറൽ ഹൈഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് മറ്റൊരു പാർട്ടിയും ചെയ്യാത്തതുപോലെയുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ എടുത്തത് എന്ന്. പക്ഷെ ഞാൻ ആ വിഷയത്തിനെയും അങ്ങനെയല്ല കാണുന്നത്.
ഇതല്ലാതെ മറ്റൊരു മാർഗം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇതൊരു മോറൽ ഹൈഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കേസുകളിലും മറ്റുള്ള പാർട്ടികളെക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത് എന്നതായിരുന്നു കോൺഗ്രസിന്റെ സ്ഥായിയായിട്ടുള്ള പൊസിഷനെങ്കിൽ വിൻസെന്റ് MLA കാര്യത്തിലും പരാതി ഉണ്ടാകുന്ന സമയത്ത് ഇതേ തീരുമാനം ഉണ്ടാകണമായിരുന്നു. ശ്രീ എൽദോസ് കുന്നപ്പള്ളിലിന്റെ കാര്യത്തിൽ ഇതേ തീരുമാനം ഉണ്ടാകണമായിരുന്നു. അതിൽ തന്നെ നമുക്കറിയാം ഈ ജാമ്യ കേസുമായി പോകുന്നതും ഒളിവിൽ പോകുന്നതും പിന്നീട് കിട്ടുന്നതും എത്ര പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു നാടകം ആ സമയത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇതേ കാര്യം എടുത്തില്ല എന്ന് വെച്ചാൽ ഇത്തവണ ഒരുപക്ഷെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് തള്ളിപ്പറയാനാവാത്ത വിധമുള്ള തെളിവും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ അത് ആവർത്തിക്കുന്നതും കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടിയാണെന്ന്. അതായത് പാർട്ടിക്ക് ബോധ്യം വന്നിരുന്നു ഇക്കാര്യം. അതെ, ഇതല്ലാതെ മറ്റൊരു മാർഗം ഇതിലില്ല. ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടും നമ്മുടെ പൊസിഷൻ വീക്ക് ആവുകയുള്ളൂ. ഇതിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതല്ലാതെ മാർഗമില്ല. ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏതൊരു ഘട്ടത്തിലാണ് ശ്രീ രാഹുലിനെതിരെ തീരുമാനം വരുന്നത്? ഇപ്പോൾ പരാതി വന്നിരിക്കുന്ന ആളിന്റെ പരാതിയുടെ പേരിലാണോ? അല്ല. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ആരാണ്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴിയും മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരാതി കിട്ടുന്ന സമയത്ത് ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ ഈ പറഞ്ഞ പോലെ സ്വയം നിർണയാവകാശമായിക്കോട്ടെ മാറി നിൽക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് പിന്നെ അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ എങ്കിൽ ഈ കേസുകളെ പറ്റി എല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ മറ്റൊന്ന് വരുന്നുണ്ട്. ഈ സൈക്കിളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരെണ്ണം തള്ളുന്നുണ്ടെങ്കിൽ മറ്റേതെല്ലാം വീഴുന്നത് പോലെ തന്നെ ഇനിയും ന്യായീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതല്ലായിരുന്നുവെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇല്ലാത്ത ന്യായീകരണം എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? എന്താണ് വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? 3 പേരും MLA-മാരായിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ആരോപണമല്ലേ? ഈ 3 കാര്യത്തിന്റെയും ന്യായാന്യായങ്ങൾ അന്വേഷിച്ച് തീരുമാനം എടുക്കേണ്ടതും തീർപ്പ് കൽപ്പിക്കേണ്ടതും കോൺഗ്രസ് പാർട്ടിയാണോ? അല്ല. പക്ഷെ എന്നിട്ടും ഈ വിഷയത്തിൽ ഇത് എടുത്തുവെങ്കിൽ അതിനർത്ഥം ഇറഫ്യൂട്ടബിൾ ആയിട്ടുള്ള എവിഡൻസ്, അത്രത്തോളം കൺവിക്ഷൻ കോൺഗ്രസിന്റെ സീനിയർ ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നു എന്നാണ്. ഇന്നത് MA ഷഹനാസിന്റെ വാക്കുകളിലും അത് പ്രകടമാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മോറൽ സൈഡ് അത് എത്രമാത്രം മോശമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇന്ന് MA ഷഹനാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു പ്രതികരണം കൂടി കേൾക്കാം. ഷഹനാസിന്റെ ഞാൻ വരാം. ഷഹനാസിന്റെ ഒരു പ്രതികരണം കൂടി. വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റൊന്ന്, എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ. ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ്. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. ഇതാണ് ഷഹനാസിന്റെ വാക്കുകൾ. സജ്ന, പാർട്ടിയിൽ തന്നെ ഇപ്പോൾ ഷഹനാസ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കൾക്ക് ബോധ്യമുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വഭാവം എങ്ങനെയാണെന്നത്, അല്ലേ?